കേരള കാളിദാസ സാംസ്കാരിക വേദി ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും പ്രഥമ പുരസ്കാര സമർപ്പണവും അനുസ്മരണവും നടന്നു. ഹരിപ്പാട് ഡാണാപ്പടി MCM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഭാഷാ പണ്ഡിതനായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ നിർവഹിച്ചു. ഇവിടെ ഒരു മഹായാത്ര സുരേഷ് മണ്ണാർശാലയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക ക്ഷിപ്രസാധ്യമല്ല. കേരളധർമ്മവലിയ തമ്പുരാനെ വീണ്ടും ഒരു കേരളധർമ്മവലിയ തമ്പുരാനെ ഓർക്കുക എന്നാൽ ഒരു യുഗത്തിന്റെ സംസ്കാരത്തെ വീണ്ടെടുക്കുക എന്നാണ്. കേരളധർമ്മ യുഗത്തിന്റെ സംസ്കാരത്തെ വീണ്ടെടുക്കണം. കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ ആദരിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തെ വീണ്ടും നമ്മൾ ഈ കാലഘട്ടത്തിന് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ കൃതികൾ മുഴുവൻ നമുക്ക് സമാഹരിക്കണം. അദ്ദേഹത്തെ പറ്റിയുള്ള പഠനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം ആണ് നമ്മളിവിടെ നടത്തുന്നത്. കേരള കാളിദാസ സാംസ്കാരിക വേദി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് മണ്ണാറശാല അധ്യക്ഷനായി. കവി K. രാജഗോപാലിന്റെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകിയത്. 10,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ ഡോക്ടർ ഏവൂർ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി R. ചന്ദ്രശേഖരൻ പിള്ള പ്രശസ്തിപത്രം അവതരിപ്പിച്ചു. കവയിത്രി ബിന്ദു R. തമ്പി അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. മണ്ണാറശാല മയൂരം റെസിഡൻസ് അസോസിയേഷൻ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന തിരുവാതിര അവതരണത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കരുവാറ്റ KM പങ്കജാക്ഷൻ, G. രാധാകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. മയൂര സന്ദേശ കാവ്യ നൃത്താവിഷ്കരണം ഗായത്രി S. മേനോൻ, B. അനാമിക എന്നിവർ അവതരിപ്പിച്ചു. മയൂര സന്ദേശ കാവ്യാലാപനം ട്രസ്റ്റ് നിർവാഹക സമിതി അംഗം ഉഷ അനാമിക നടത്തി. പ്രഭാഷകരായ ഡോക്ടർ ഏവൂർ സൂര്യകുമാർ, ഡോക്ടർ R. സുഭാഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ A ഗ്രേഡ് നേടിയ R. ശ്രീവിദ്യ, തൃഷ്ണ R. വേണു എന്നിവരെ അനുമോദിച്ചു. മുട്ടം CR ആചാര്യ, R. രാഘവവർമ്മ, പൂമംഗലം രാജഗോപാൽ, സുഭാഷ് ചേർത്തല, ഹരിപ്പാട് ശ്രീകുമാർ, KN രഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ACV ന്യൂസ്, ഹരിപ്പാട്.